ചരിത്രപ്രസിദ്ധമായ പന്തളം ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രം, ശബരിമല ധർമ്മശാസ്താവിൻ്റെ ആസ്ഥാന ക്ഷേത്രം ആണ് പന്തളം. പന്തളം കൊട്ടാരം ശബരിമലയും തമ്മിൽ ഒരുപാട് ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന സ്ഥലമാണ്. ഈ പന്തളം ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെ ഇവിടെ പമ്പയാറിൻ്റെ ഒരു തീരം ഉണ്ട്. അതിമനോഹരമാണിത് കാണുവാൻ. പമ്പയാറ് ഇപ്പോഴും നിരവധി ഭക്തന്മാർ ഇവിടെ വന്ന് കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു തടയണ ഉണ്ടാക്കിയിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട്. പമ്പയാറിൻ്റെ ഒരു കൈവരിയാണ്. ശബരിമലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന പമ്പയാറിൻ്റെ ഒരു ഭാഗമാണ് ഇത് ഒഴുകി വരുന്നത്. നല്ല ശുദ്ധമായ ജലം. പന്തളം കൊട്ടാരം തൊട്ടടുത്താണ്. മണ്ഡലകാലങ്ങളിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഇവിടുന്ന് തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് ഇവിടുന്ന് പുറപ്പെടുന്ന ഈ ചരിത്രപ്രസിദ്ധമായ ഘോഷയാത്രയിൽ പങ്കാളികളാകുന്നത്. കൂടാതെ തന്നെ എല്ലാ ദിവസങ്ങളിലും നിരവധി ഭക്തന്മാർ വന്നു ചേർന്ന ഒരു പുണ്യ സങ്കേതമാണ് പന്തളം ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രം. ഇവിടെയാണ് ശബരിമലയിലെ തിരുവാഭരണം ഇവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇവിടെ അങ്ങോട്ട് മൊബൈൽ കൊണ്ടുവരാൻ പറ്റത്തില്ല, ഫുൾ പോലീസ് സെക്യൂരിറ്റിയാണ്. ഇവിടെ ഒരു കടയുണ്ട്, എല്ലാ ഐറ്റംസും ഉള്ള ഒരു കടയാണ്, ക്ഷേത്ര സംബന്ധമായ. ഇത് പന്തളം രാജശേഖരൻ്റെ സ്മരണാർത്ഥം പണി കഴിയിപ്പിച്ച രാജശേഖര മണ്ഡപത്തിൻ്റെ സ്മരണാർത്ഥമാണ് ഇത് നിലനിൽക്കുന്നത്. ഇത് പത്മഭൂഷൺ ഡോക്ടർ KJ യേശുദാസ് ആയിരുന്നു 2013 ഡിസംബർ 1 നിർവഹിച്ചതാണ്. വളരെ മനോഹരമായ ഒരു മണ്ഡപമാണ്. ഇത് ചരിത്രപ്രസിദ്ധമായ പന്തളം കൊട്ടാരമാണ്. അയ്യപ്പൻ ഇവിടെയാണ് കുട്ടിക്കാലം ചെലവഴിച്ചത്. ഇത് ഈ സമയത്ത് കാണുവാൻ പറ്റത്തില്ല, ഇത് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. മണ്ഡലവ്രത കാലങ്ങളിലൊക്കെ ആയിരിക്കും ഇത് ഓപ്പൺ ചെയ്യുന്നത്. എന്നാലും ഇവിടെ ആൾതാമസവും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഈ പ്രദേശത്തുണ്ട്. ഈ കൊട്ടാരവുമായി ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്, താമസിക്കുന്നത്. ഇതാണ് ശരിക്കും അയ്യപ്പൻ കുട്ടിക്കാലം ചെലവഴിച്ച കൊട്ടാരം. ഇത് പുറയിൽ നിന്ന് നമുക്കതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ വീക്ഷിക്കാൻ പറ്റും. ഇപ്പോഴും അയ്യപ്പൻ്റെ വാളും പരിചയും മറ്റ് എഴുത്തോല ഗ്രന്ഥങ്ങളുമൊക്കെ ഇതിൻ്റെ അകത്ത് ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ശബരിമല എന്ന ആ മഹാക്ഷേത്രം, ആ അയ്യപ്പൻ ഈ പന്തളത്ത് ഈ മണ്ണിൽ നിന്നാണ് ശബരിമലയിൽ കുടികൊണ്ടത് എന്നുള്ളത് വളരെ ഈ പന്തളത്തിന് പുണ്യമാണ്. സുതനായ മായാ സുതനായ അഖിലാണ്ട